ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മീ എൻ ബി ഹിയർ. മാഗ്നേഷൻ ടിവിയുടെ താരാപഥത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി പുതിയ അതിഥികൾ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പം ജീവൻ, അതാണ് വിഷയം അല്ലേ? അതെ. ജീവൻ ഉണ്ടോ? ജീവൻ പോയേനെ. ജീവൻ പോയാനേ. അവിടുന്ന് നമ്മൾ തിരിച്ചു വന്നു. അപ്പം ജീവൻ ഇപ്പൊ സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ചേട്ടൻ തന്നെ സംവിധാനം ചെയ്യുന്നു. അതെ. എന്താണ് ജീവൻ? ജീവൻ ഒരാളുടെ തെറ്റായ തീരുമാനം എങ്ങനെ അയാളുടെ ജീവിതം തന്നെ സാഹചര്യം തന്നെ മാറ്റിമറിക്കുന്നു ഉള്ളതാണ്. ഈ തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അമിത മദ്യപാനമാണ് വിഷയം. ശരിക്കും ഞാൻ ഈ സബ്ജക്റ്റ് ട്രെയിലർ കണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇതേപോലെ സബ്ജക്റ്റുകൾ വരുമ്പോൾ വന്നിട്ടുണ്ടല്ലോ. വെള്ളം സിനിമ എടുത്താലും അങ്ങനത്തെ സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് പ്രത്യേകം ഒന്ന്, ചേട്ടൻ തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ. ചേട്ടൻ്റെ റിയൽ സ്റ്റോറിയാണെന്ന് പറയുന്നു. അപ്പോൾ ചേട്ടൻ തന്നെ ഇത് സംവിധാനം ചെയ്യുന്നു. അപ്പം ഇത് നമ്മൾ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നത്? സ്ക്രീനിൽ കാണുമ്പോൾ മുതലല്ല, ഈ ഷൂട്ടിംഗ് സമയത്ത് മുതലേ വല്ലാതെ നമ്മൾ കടന്നു വന്ന വഴികളിലൂടെയുള്ള ഒരു തിരിഞ്ഞു നോക്കല്ലേ, വല്ലാത്ത മാനസിക പ്രശ്നമാണ്. എന്നാലും അതിലേക്ക് തിരിച്ചെത്തിയതിലുള്ള സന്തോഷം എനിക്കും ഒപ്പം കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. അടിപൊളിയായിട്ട് പോകുന്നു. ആദ്യ സിനിമയാണ്, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സിനിമ? എന്താണ് കഥാപാത്രം? കഥാപാത്രം ജീവൻ്റെ അമ്മയാണ്. അമ്മ കഥാപാത്രമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ മൂവി ആയതിൻ്റെ പേടിയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും ഒരു ഫാമിലി പോലെ നമ്മളെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ആദ്യത്തെ പടം എന്ന് പറയുന്നു, പക്ഷേ ഇതിന് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടെ ആണല്ലേ? അതെ, ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. എത്ര വർഷമായി? ഞാൻ 2018 കഴിഞ്ഞിട്ടാണ്. 2018 തുടങ്ങിയതാണ്. സിനിമ മോഹം അപ്പൊ തൊട്ട് ഉണ്ടായിരുന്നോ? സിനിമ അഭിനയിക്കാൻ അങ്ങനെ വലിയൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. സമയമായില്ല. കറക്റ്റ് ടൈം വന്നത് ഇപ്പോഴാണ്. എവിടെയായിരുന്നു എത്ര നാള്? ഞാനൊരു 20 വർഷം കുവൈറ്റിലായിരുന്നു. പുറത്തായിരുന്നു, ഫാമിലിയൊക്കെ ആയിട്ട്. എല്ലാവരും നമ്മുടെ പ്രേക്ഷകരും കുറച്ച് പ്രവാസികളാണ്. മലയാള സിനിമയുടെ വിശേഷങ്ങളൊക്കെ അറിയാതെ അവരും ആഗ്രഹിക്കുന്ന ഒരുപാട് നമ്മുടെ പ്രവാസികളുണ്ട് പുറത്ത്. അപ്പം സിനിമ അവിടെ പുറത്തോടെ റിലീസുണ്ടോ? പുറത്ത് ഉണ്ട്. ഇതിന് ശേഷം UAE പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതാ ചോദിക്കാം, നമ്മളിപ്പോൾ ലൈഫിൽ നടന്ന എല്ലാ മനുഷ്യരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടാവും. എല്ലാവരും ശ്രമിക്കുന്നത് പിന്നെ ഓർക്കാതിരിക്കാൻ, അല്ലെങ്കിൽ രണ്ടാമത് ഒരാൾ അറിയാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കഥ എല്ലാവരും അറിയണം, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റോറി ചെയ്യണമെന്ന് ഉണ്ടായ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അല്ല, മലയാളിയുടെ മദ്യപാന ശീലം അത്ര ആരോഗ്യകരമല്ല. ഇപ്പോൾ യൂറോപ്യൻസ് ആണെങ്കിലും അമേരിക്കൻസ് ആണെങ്കിലും അവർക്ക് ആഹാരത്തിൻ്റെ ഭാഗമാണ് മദ്യം. ഇവിടെ നമ്മൾ എത്രത്തോളം മദ്യത്തിൻ്റെ ഭാഗമാണ് അതുപോലെ നിർബന്ധമില്ല. സത്യത്തിൽ എനിക്കൊന്നും ആഹാരമൊന്നും നിർബന്ധമേ ഇല്ലായിരുന്നു. അപ്പം ഈ അമിതമായി വലിച്ചു കയറ്റി എത്ര നമ്മൾ കപ്പാസിറ്റിയൊക്കെ അളക്കുന്നത്, നീ എത്ര പെഗ് അടിച്ചു? ഒരു പെഗ് പുച്ഛം അവനോട്. ഒരു 50 പെഗ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അടിക്കണമെങ്കിൽ 2 ലിറ്ററെങ്കിലും അടിച്ചാലേ മതി. അതെ. അതാണ് മലയാളിയുടെ, പ്രത്യേകിച്ചും മലയാളിയുടെ ഒരു ശീലം. അപ്പം പല സബ്ജക്റ്റുകളുണ്ടെങ്കിലും ഇത് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ പറയേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മര്യാദയ്ക്ക് അടിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് തന്നെ പ്രൈസ് എന്ന് പറയുന്ന ജീവൻ്റെ കൂട്ടുകാരൻ ഉണ്ട്. അദ്ദേഹം എങ്ങനെ മര്യാദയ്ക്ക് മദ്യപിച്ച് വല്ലപ്പോഴും കമ്പനിക്ക് അല്ലെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളാണ്. ഒരു സാധാരണക്കാരനാണ് പുള്ളി, IT ഉദ്യോഗസ്ഥനാണ്. അതേ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗത്തിലുള്ള ജീവൻ, അതിലും സൗഭാഗ്യങ്ങൾ ജീവിക്കുന്ന ജീവൻ, ഈ തെറ്റായ തീരുമാനം, ഈ അമിത മദ്യപാനം പുള്ളിക്ക് എങ്ങനെ ഏത് ലെവലിൽ ഇത് കൊണ്ട് ചെന്ന് നിർത്തണമെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എത്രാമത്തെ പെഗിലാണ് മറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതാണ് പുള്ളിയുടെ തകർച്ചയും. അതുകൊണ്ട് തന്നെ ഇത് സോഷ്യലി അത്ര റെലവൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് പറയാൻ തന്നെ തീരുമാനിച്ചത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു, ഇനി അത് ചെയ്യണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ അറിയിക്കണോ? കാരണം നമ്മളിപ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ട്രൂ സ്റ്റോറീസ്, ഇൻസ്പയർഡ് സ്റ്റോറീസ്, അങ്ങനെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും അങ്ങനെ ഫാമിലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലല്ല, ഇത് ഞാനീ പറഞ്ഞ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എങ്കിലും ഇത് ഗുണകരമാകട്ടെ എന്ന് കണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ
എൻ്റെ ചുറ്റുവട്ടത്തോ എൻ്റെ സൗഹൃദങ്ങളിലോ മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അമിതമായി മദ്യപിക്കുന്നത്. എനിക്കത് പറയാതിരിക്കാം, പക്ഷെ ഞാൻ പറയാതിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പറഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഗുണം ചെയ്താലോ, അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് പറയുന്നത്. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ? ഒരുപാട് എനിക്ക് സീൻ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ലൊക്കേഷൻസ് ഉള്ള ഒരു ഇതുപോലെ ഫീൽ ചെയ്തു. ഒരുപാട് ലൊക്കേഷൻ ഉണ്ടായിരുന്നോ? ലൊക്കേഷൻ എനിക്ക് 4-5 ലൊക്കേഷൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ജീവനാണ് ലൊക്കേഷൻ പറന്ന് നടന്നത്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജീവൻ? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ DOP തന്നെയാണ് ഇതിനകത്ത് നായകനും കൂടെ അല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ് നമ്മുടെ DOPയിലേക്ക് എത്തിയത്? DOP സത്യത്തിൽ അദ്ദേഹം DOP ആയിട്ട് തന്നെയാണ് വന്നത്. പുതുമുഖങ്ങളും അതിൽ നിന്ന് ആദ്യം തന്നെ ഞാനും എൻ്റെ ബാല്യകാല സുഹൃത്താണ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ സുനിൽ പണിക്കർ. അദ്ദേഹം ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒപ്പം വിഷ്ണു വിജയൻ, ഇത് അവതരിപ്പിച്ച വിജയേട്ടൻ, എല്ലാവരും തീരുമാനിച്ചത് പുതുമുഖങ്ങൾ മതി. അപ്പോൾ DOP ആയിട്ട് വന്ന സിനു സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ അദ്ദേഹം ക്യാരക്ടറായിട്ട് പതിയെ മാറുകയായിരുന്നു. അവിടെ കണ്ടു ഇത് പിന്നെ ഒരിക്കലും ആദ്യം അങ്ങനെ പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ തീരുമാനിച്ചു ഈ ജീവനെ അന്വേഷിച്ച് മറ്റെങ്ങും പോകണ്ട, നാഗവല്ലിയെ പോലെ അറിയാതെ ആ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ചലനങ്ങൾ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയായി. അതാണ് അദ്ദേഹത്തെ തന്നെ ഫിക്സ് ചെയ്യാനുള്ള കാരണം. പിന്നെ DOPയും നായകനും ഒരാളാകുമ്പം അതിൻ്റെ ഒരു റിസ്ക് അല്ലെങ്കിൽ എത്രത്തോളം ഹെവി ആയിരിക്കും ഊഹിക്കാന്നേ ഉള്ളൂ. ഒരേ സമയം ആക്ടിങ് നോക്കണം, ഡയലോഗ് മനപ്പാടം പഠിക്കണം, ഇമോഷണലി വരണം, ഫ്രെയിം നോക്കണം, ലൈറ്റിംഗ് നോക്കണം. അത് ഭയങ്കര പ്രഷറാണ്, ഒരു രക്ഷയില്ല. അപ്പം ചേച്ചി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പം ഡബിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു അതിന് സിനിമയ്ക്ക് എന്താ പോസ്റ്റ് പ്രൊഡക്ഷൻ നിൽക്കുമ്പോൾ ഉള്ള സ്റ്റേജാണ്. അപ്പം ആ ഇമോഷണൽ ആ സീൻ കാണപ്പടം പഠിച്ച് ആ ഇമോഷണൽ ഡെലിവറി ചെയ്യേണ്ട ഒരു ടഫായിട്ട് പ്രോസസ്സാണ്. അപ്പോൾ അഭിനയത്തിലേക്ക് വരുമ്പം ആ ക്യാരക്ടറായിട്ട് തന്നെ നിന്ന് മനപ്പാടം പിടിച്ച ഫ്രെയിമിനകത്തൊക്കെ നിന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഏതാ എളുപ്പം തോന്നി, ഡബിങ് ആണോ ആക്ടിങ് ആണോ? ഞാൻ നോക്കിയിട്ട് എനിക്ക് ആക്ടിങ് ആണ് എളുപ്പം. ആക്ടിങ് ആണ് എല്ലാവരും നേരെ തിരിച്ചാണല്ലോ പറയാം. എനിക്ക് പക്ഷെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആക്ടിങ് ചെയ്തിട്ട് നമ്മൾ ഡബ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് ആ സിറ്റുവേഷൻ എല്ലാം നന്നായിട്ട് അറിയാം. മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത ഒരാളെ പറ്റി നമ്മൾ പഠിച്ചിട്ട് ആ ഇമോഷൻ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഇപ്പം ചില ഡയറക്ടേഴ്സ് പറയും അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയും. ചിലർ പറയും അവർ പറഞ്ഞേക്കുന്ന ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വേറൊരു രീതിയിൽ പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ടഫാണത്. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കുറച്ച് കാലം ആയുള്ളൂ ഇതിലേക്ക് വന്നിട്ട്. ഞാൻ കുട്ടിയാണ്, ശിശുവാണ് ഇപ്പോഴും. അതെ, തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. യാത്ര അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ചേട്ടാ പറഞ്ഞ മദ്യപാനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ പറഞ്ഞ പോലെ നമ്മുടെ കേരള സംസ്ഥാനം തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക മദ്യം വിറ്റിട്ടാണ് ഖജനാവ് കൂട്ടുന്നത് തന്നെ. അപ്പോൾ ഒരു അവധി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് 1-ാം തീയതി ആകുന്നതിന് മുമ്പേ 31-ാം തീയതി ഉണ്ടെങ്കിൽ തന്നെ മലയാളിയാണെങ്കിൽ ബിവറേജിൽ പോയി 2 കുപ്പി എക്സ്ട്രാ മേടിക്കും. കാരണം 1-ാം തീയതി ആഘോഷിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മദ്യപാനം എന്നത് ഒരു കൺട്രോൾ വേണ്ട ഒരു നമ്മളെ ഭരിക്കുന്നവരായാലും കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ലാഭം ഉണ്ടാവുന്നു എന്ന് കരുതി പിന്നെ വിറ്റഴിക്കുന്ന ഇപ്പോൾ തന്നെ ബിവറേജിൻ്റെ എണ്ണം കൂടി. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ 2 കാഴ്ചപ്പാടിൽ അതിനെ കാണാൻ പറ്റും. ഒന്ന്, മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ഏരിയകളിൽ ഇത് എവിടെയും കിട്ടും. ഓരോ കിയോസ്കുകളിൽ ബിയറോ അല്ലെങ്കിൽ മദ്യം എല്ലാം അവൈലബിൾ ആണ് എപ്പോഴും. ഇവിടെ നമ്മൾ എന്തൊന്നിനെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു അവിടേക്ക് അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നോക്കാനുള്ള ടെൻഡൻസികൾ. ഇത് ഒന്നേ ലിബറലാക്കാം. മറ്റ് രാജ്യങ്ങൾ എത്രയോ രാജ്യങ്ങളുണ്ട്, അവിടെ എങ്ങും തന്നെ ഈ ഇത് പ്രശ്നമില്ല. അമിത മദ്യപാനം അല്ലെങ്കിൽ അമിത മദ്യപാനാസക്തി എങ്ങും തന്നെ ഇല്ല. അത് എൻ്റെ മാത്രം ഒരു തോട്ടാണ്. ഇത് ലിബറലാക്കുക. ലിബറലാക്കി കഴിഞ്ഞാൽ ഇതിനോടുള്ള ആസക്തി കുറയും. വേലി വെച്ചാലല്ല ചാടാൻ തോന്നല്ലോ. അത് എനിക്ക് അത് ഒരു തരം മുതലെടുപ്പ് അവർക്ക് അറിയാൻ തോന്നുന്നു. ഇങ്ങനെ ഒന്ന് തടസ്സം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചാടി വരും. ഗവൺമെന്റിന്റെ വലിയ റവന്യൂ അല്ലേ. അല്ല, നമ്മുടെ കുട്ടികളെ ആരും മദ്യപിക്കാൻ പഠിപ്പിക്കാറില്ല.
നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ മദ്യപിക്കുന്നത് ഒളിച്ചും അച്ഛനും അമ്മയും കാണാതെയും അങ്ങനെയൊക്കെയാണ്. അതൊരു തെറ്റായിട്ടാണ്. നമ്മൾ അച്ഛൻ മദ്യപിക്കുന്ന ആളാണെങ്കിലും അത് കുട്ടി കാണാതെ, അല്ലെങ്കിൽ പിന്നെ കുട്ടി കുറച്ച് മുതിർന്നു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ കാണാതെയൊക്കെയാണ് മദ്യപിക്കുന്നത്, ടേസ്റ്റ് എന്താണെന്ന് മദ്യപിക്കുന്നത്. അതേസമയം നമ്മൾ ചിലപ്പോൾ, ഞാൻ അങ്ങനെ ചെയ്യണം എന്നല്ല, ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ ചെറുപ്പം മുതലേ അതൊരു, ഇപ്പം നമ്മൾ ചോറ് കഴിക്കുന്നു അപ്പം മദ്യപിക്കുന്നു, അത്രേ അവർ കാണുന്നുള്ളൂ. അതൊരു ലഹരി, അത് കഴിച്ച് നമ്മൾ ഇങ്ങനെ പൂസായി ഇങ്ങനെ അങ്ങനെ ഒരു ലെവലിലേക്ക് അവരത് ചിന്തിക്കുന്നില്ല. നമ്മളിത് ഒളിച്ചും പാത്തും ആരും കാണാതെ എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ ചെയ്യിക്കുമ്പോഴാണ് ഇതിലൊരു ആസക്തി കൂടുന്നതെന്ന് തോന്നുന്നു. ഫാമിലീസ് അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ നല്ലതാണെന്ന്. കാരണം ഒരു ഇപ്പം നമ്മുടെ എല്ലാ അച്ചായന്മാരൊക്കെ വീട്ടിൽ കൂടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടേബിളിൽ തന്നെ ഒരു കുപ്പി എപ്പോഴും ഉണ്ടാകും. തീർച്ചയായിട്ടും ഇവിടെ തൊട്ടടുത്ത് മാഹിയിൽ, പോണ്ടിച്ചേരിയിൽ, ഗോവയിൽ, അവിടെ ഒരാൾ അവിടുത്തുകാരും അടിച്ച് കിടക്കുന്നില്ല. അഥവാ കിടക്കുന്നുണ്ടെങ്കിൽ അതും ഒരു മലയാളിയായിരിക്കും. മലയാളിയല്ല, കുറ്റം പറയല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ്, അതാ അടിച്ചു കിടക്കാൻ. അങ്ങനെ ആണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്. മദ്യഹരമാണോ ഹാനികരമാണോ? മദ്യം രണ്ടർത്ഥത്തിലും ഹരമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ആഘോഷത്തിൻ്റെ മൂഡിൽ, പിന്നീട് അത് തീർച്ചയായിട്ടും ഹാനികരമാണ്. ചേട്ടാ, ഒരു സാധനത്തിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഒന്നെങ്കിൽ നമുക്കായിട്ട് നമ്മളെ കൊണ്ടുവരാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന ലെവലിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ലൈഫ് നടക്കണം. ചേട്ടൻ എങ്ങനെയായിരുന്നു റിക്കവർ ആയി വന്നത്? അല്ല, എനിക്ക് വല്ലാതെ ബോറടിച്ചിരുന്നു. ബോറടിച്ചെന്ന് പറഞ്ഞാൽ ഈ ജനം വെറുത്ത് അങ്ങ് ബോറടിക്കുമല്ലോ, നമുക്ക് തന്നെ നമ്മളെ ബോറടിക്കും. അപ്പം മാത്രമല്ല, എനിക്ക് സിനിമയിലേക്ക് തിരിച്ചു വരണം. ആ തിരിച്ചു വരണം. ഞാൻ നേരത്തെ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ക്രൂ, ഇത്രയധികം ഫണ്ട് ഒക്കെ മുടക്കണം. ആരുടെ അടുത്തെങ്കിലും ചെന്ന് സംസാരിക്കണമെങ്കിൽ മദ്യത്തിൻ്റെ മണമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഒരു സിനിമ എന്ന് പറയാൻ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റാണ്. ചെറിയ ഡോക്യുമെൻ്ററിയോ അല്ലെ ഡോക്യുഫിക്ഷനോ ചെറിയ വർക്കുകൾക്ക് 1-2 ദിവസം അടി നിർത്തിയാൽ മതി. പക്ഷേ ഇതങ്ങനെ പറ്റില്ല. ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതിന് നമ്മൾ മദ്യപാനം നിർത്തിയേ പറ്റൂ. അല്ലെങ്കിൽ അതേപോലെ മദ്യപിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. എന്നെ സംബന്ധിച്ച് മദ്യപാനം നിർത്തുക, ലൈഫിലേക്ക് ആദ്യം ലൈഫിലേക്ക് റീ എൻട്രി ആകുക എന്നുള്ളതായിരുന്നു ആവശ്യം. കാരണം കൂടെ മദ്യപിച്ച ഒരുപാട് സുഹൃത്തുക്കൾ മരിച്ചു പോയിട്ട്, അപ്പം വീട്ടുകാരും സുഹൃത്തുക്കളും മറ്റുള്ളവരും ഒക്കെ ഇവൻ്റെ മരണം എപ്പോഴാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ലൈഫിലേക്ക് ആദ്യം വരിക, സെക്കൻഡറി ആണ് സിനിമ. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത്രയും പാഷനേറ്റ് ആയതുകൊണ്ട്, സിനിമയുടെ ഇത്രയും പാഷനേറ്റ് ആയതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മദ്യപാനം നിർത്തിയേ പറ്റത്തുള്ളായിരുന്നു. അതിന് കടുത്ത തീരുമാനം എടുത്തു, നിർത്തി.